1814 ഓഗസ്റ്റ് 24 അമേരിക്കൻ ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു ബുധനാഴ്ചയായിരുന്നു അത്. പുതുതായി വളർന്നു വരുന്ന അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ നഗരം അന്നേ ദിവസം തീയിൽ മുങ്ങി. ഒപ്പം അമേരിക്കയുടെ അഭിമാനമായ വൈറ്റ് ഹൗസും. 1812 അമേരിക്കൻ യുദ്ധത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് സൈന്യം വാഷിംഗ്ടൺ DC പിടിച്ചെടുത്തത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും നാടകീയവും വിനാശകരവുമായ സംഭവമായിരുന്നു. അമേരിക്കൻ റവല്യൂഷണറി യുദ്ധത്തിന് ശേഷം ഒരു വിദേശ ശക്തി അമേരിക്കൻ തലസ്ഥാനം വിജയകരമായി പിടിച്ചെടുക്കുകയും കൈവശപ്പെടുത്തുകയും ചെയ്ത ഒരേ ഒരു സംഭവമായിരുന്നു ഇത്. നെപ്പോളിയൻ യുദ്ധങ്ങൾ യൂറോപ്പിൽ അവസാനിച്ചപ്പോൾ പരിചയസമ്പന്നരായ ബ്രിട്ടീഷ് സൈന്യം അമേരിക്കയിലേക്ക് തിരിഞ്ഞു. ലക്ഷ്യം അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC ആയിരുന്നു. ചെസ്പീക്ക് ഉൾക്കടൽ വഴിയെത്തിയ ബ്രിട്ടീഷ് സൈന്യം 1814 ഓഗസ്റ്റ് 17 മെറിലാൻഡിൽ ഇറങ്ങി. 4000 ബ്രിട്ടീഷ് സൈനികരാണ് അന്ന് അവിടെ ഇറങ്ങിയത്. പാക്സന്റ് നദിയിലൂടെ സഞ്ചരിച്ച് തലസ്ഥാനത്തേക്ക് അവർ മുന്നേറി. ഓഗസ്റ്റ് 24 ബ്ലേഡൻസ്ബർഗ് യുദ്ധത്തിൽ അമേരിക്കൻ മിലിറ്ററിയെ അവർ പരാജയപ്പെടുത്തി. അന്ന് അമേരിക്കൻ സൈന്യം വേഗത്തിൽ ഓടിപ്പോയി എന്നതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് സൈന്യം ഈ ഏറ്റുമുട്ടലിനെ ബ്ലേഡൻസ്ബർഗ് റേസസ് എന്ന് വിളിച്ചാണ് പരിഹസിച്ചത്. ബ്രിട്ടീഷ് സൈന്യം വാഷിംഗ്ടണിന് അടുത്തെത്തിയപ്പോൾ പ്രസിഡന്റ് ജെയിംസ് മാഡിസണും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടിപ്പോയി. എന്നാൽ വൈറ്റ് ഹൗസിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒഴിപ്പിക്കുന്നത് ഏകോപിപ്പിക്കാൻ പ്രഥമ വനിത ഡോളി മാഡിസൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് വൈറ്റ് ഹൗസിൽ ഡോളി മാഡിസൺ ചരിത്രത്തിലെ പ്രസിദ്ധമായ ഒരു രക്ഷാപ്രവർത്തനം നടത്തി. ജോർജ് വാഷിംഗ്ടന്റെ പ്രസിദ്ധമായ ലാൻസ്ഡൗൺ പോർട്രേറ്റ് രക്ഷപ്പെടുത്തി. ഇന്നും അത് വൈറ്റ് ഹൗസിൽ അഭിമാനത്തോടെ നിലകൊള്ളുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അർദ്ധരാത്രി ബ്രിട്ടീഷ് സൈന്യം വൈറ്റ് ഹൗസിലെത്തി. 40 പേരുടെ വിരുന്നിനായി അന്നവിടെ ഒരുക്കിയിരുന്ന ഭക്ഷണം ആദ്യം അവർ കഴിച്ചു. വൈറ്റ് ഹൗസിലെ മുറികൾ ഓരോന്നും കൊള്ളയടിച്ചു. പിന്നെ ഫർണിച്ചറും കിടക്കകളും കൂട്ടി എണ്ണയൊഴിച്ച് തീ കൊളുത്തി. വൈറ്റ് ഹൗസ് ഒരു അഗ്നിഗോളമായി. ആ തീയുടെ ജ്വാലകൾ 50 മൈൽ അകലെയുള്ളവർക്കും കാണാൻ പറ്റുമായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വൈറ്റ് ഹൗസിനൊപ്പം ക്യാപിറ്റോൾ ബിൽഡിങ്ങും ട്രഷറിയും അവർ കത്തിച്ചു. ലൈബ്രറി ഓഫ് കോൺഗ്രസിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ചാരമായി. എന്നിരുന്നാലും ചില സ്വകാര്യ കെട്ടിടങ്ങളെയും പേറ്റന്റ് ഓഫീസിനെയും ബ്രിട്ടീഷുകാർ ഒഴിവാക്കി. അതിനുള്ളിലെ കണ്ടുപിടുത്തങ്ങൾ സ്വകാര്യ സ്വത്തിനെ പ്രതിനിധീകരിക്കുന്നുവെന്നും നശിപ്പിക്കപ്പെട്ടാൽ മനുഷ്യരാശിക്ക് നഷ്ടമാകുമെന്നും അവയുടെ സൂപ്രണ്ട് ബ്രിട്ടീഷ് നേതാക്കളെ ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണ് അവർ അവയെ വെറുതെ വിട്ടത്. ഓഗസ്റ്റ് 25 പ്രകൃതി തന്നെ നാടകീയമായി ഇടപെട്ട ഒരു സംഭവമുണ്ടായി. ഒരു ചുഴലിക്കാറ്റ് കത്തുന്ന നഗരത്തിലൂടെ ആഞ്ഞടിച്ചു. തുടർന്നുണ്ടായ പേമാരി തീ അണയ്ക്കാൻ സഹായിക്കുകയും ചെയ്തു. കഠിനമായ കാലാവസ്ഥ കാരണം ഏകദേശം 26 മണിക്കൂർ മാത്രം വാഷിംഗ്ടൺ കൈവശപ്പെടുത്തിയ ശേഷം ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് പിൻവാങ്ങി. പിന്നീട് ഈ ആക്രമണം പലതരത്തിൽ ബ്രിട്ടീഷുകാർക്ക് തിരിച്ചടിയായി. യൂറോപ്പിൽ ഇത് അമേരിക്കയോട് സഹതാപം സൃഷ്ടിക്കുകയും അത് ഒടുവിൽ അമേരിക്കൻ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ആഴ്ചകൾക്കുള്ളിൽ ബാൾട്ടിമോറിലെയും ഫോർട്ട് മാക്ഹെൻറിയിലെയും അമേരിക്കൻ വിജയങ്ങളാണ് ഫ്രാൻസിസ് സ്കോട്ട്കിയെ അമേരിക്കൻ ദേശീയഗാനമായ ദി സ്റ്റാർ സ്പാങ്കിൾഡ് ബാനർ എഴുതാൻ പ്രേരിപ്പിച്ചത്. ബ്രിട്ടീഷ് പിൻവാങ്ങലിന് തൊട്ടുപിന്നാലെ അമേരിക്ക വീണ്ടെടുക്കൽ നടപടികൾ തുടങ്ങി. അതിജീവിച്ച ചുരുക്കം ചില കെട്ടിടങ്ങളിൽ ഒന്നായ പേറ്റന്റ് ഓഫീസിൽ കോൺഗ്രസ് താൽക്കാലികമായി ഒരു യോഗം കൂടി. വൈറ്റ് ഹൗസ് പുനർനിർമ്മാണം ആർക്കിടെക്ട് ജെയിംസ് ഹോബിന്റെ കീഴിൽ 3 വർഷമെടുത്തു. പ്രസിഡന്റ് മൺറോ 1817 ഒക്ടോബറിൽ പുനർനിർമ്മിച്ച വൈറ്റ് ഹൗസിലേക്ക് മടങ്ങി. എന്നിരുന്നാലും പുനരുദ്ധാരണം 1818 വരെ നീണ്ടുനിന്നു. എന്നാൽ വൈറ്റ് ഹൗസ് എന്ന പേര് പിന്നീടാണ് ഔദ്യോഗികമായി ലഭിച്ചത്. വൈറ്റ് ഹൗസിന് ആ പേര് ലഭിച്ചത് പ്രധാനമായും അതിന്റെ വെളുത്ത പുറംഭാഗം കൊണ്ടാണ്. 1798 കെട്ടിടത്തിന് ആദ്യമായി കുമ്മായം കൊണ്ടുള്ള വൈറ്റ് വാഷ് പൂശിയത് ശൈത്യകാലത്തിലെ തണുപ്പിൽ മണൽക്കല്ല്, ചുവരുകളെ ഈർപ്പം, വിള്ളൽ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ വെള്ളനിറം ഏറെ ശ്രദ്ധ നേടി. അതാണ് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും ഈ കെട്ടിടത്തെ വൈറ്റ് ഹൗസ് എന്ന് വിളിക്കാൻ പ്രേരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ കെട്ടിടത്തെ പ്രസിഡൻസ് പാലസ്, പ്രസിഡൻഷ്യൽ മാൻഷൻ അല്ലെങ്കിൽ പ്രസിഡൻസ് ഹൗസ് എന്നാണ് വിളിച്ചിരുന്നത്. വൈറ്റ് ഹൗസ് എന്ന പേര് വർഷങ്ങളോളം അനൗപചാരികമായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല. 1901 ഒക്ടോബർ 12 എല്ലാ ഔദ്യോഗിക രേഖകളിലും സ്റ്റേഷനറികളിലും എക്സിക്യൂട്ടീവ് മാൻഷൻ എന്നതിൽ നിന്ന് വൈറ്റ് ഹൗസ് എന്നാക്കി മാറ്റാൻ പ്രസിഡന്റ് തിയഡോർ റൂസ്വെൽറ്റ് നിർദ്ദേശിച്ചു. ഇത് പ്രസിഡന്റിന്റെ വസതിയുടെ ഔപചാരിക നാമമാക്കി മാറ്റി. 1814 ബ്രിട്ടീഷുകാർ കത്തിച്ചതിന്റെ പൊള്ളലേറ്റ പാടുകൾ മറയ്ക്കാൻ വെള്ളപ്പെയിന്റ് ചെയ്തതിനു ശേഷമാണ് വൈറ്റ് ഹൗസ് എന്ന ആ പേര് ലഭിച്ചതെന്ന് ഒരു പൊതുധാരണയുണ്ട്.
എന്നാൽ ഈ സംഭവത്തിന് വളരെ മുമ്പ് തന്നെ വൈറ്റ് ഹൗസ് എന്ന പേര് നിലനിന്നിരുന്നു. തിയഡോർ റൂസ്വെൽറ്റ് ആ പേര് ഔപചാരികമായി സ്വീകരിച്ചത് പ്രസിഡന്റിന്റെ സ്ഥാനത്തെയും അമേരിക്കൻ ജനാധിപത്യത്തിന്റെ പ്രതീകമായും ഈ കെട്ടിടത്തെ ഊന്നി പറഞ്ഞുകൊണ്ടായിരുന്നു. ഇന്ന് ലോകത്തിനു മുന്നിൽ വൈറ്റ് ഹൗസ് പ്രസിഡന്റിന്റെ ഭവനത്തിലുപരി ജനാധിപത്യത്തിന്റെ വെളുത്ത നിറത്തിലുള്ള പ്രതീകമായി നിലകൊള്ളുന്നു.